തിരുവനന്തപുരം വെമ്പായത്ത് അമ്യൂസ്മെന്റ് പാർക്കിൽ അപകടം. ഹാപ്പി ലാൻഡ് റൈഡ് പൊട്ടി വീണ് 5 പേർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ നാഗർകോവിൽ സ്വദേശികളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. 15ഓളം പേരാണ് അപകട സമയത്ത് റൈഡിൽ ഉണ്ടായിരുന്നത്. അതേസമയം രക്ഷാപ്രവർത്തനം വൈകിയെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. അപകടമുണ്ടായിട്ടും ആളുകളെ ഒഴിപ്പിച്ചില്ല. ആംബുലൻസ് എത്താൻ വൈകിയെന്നും ആക്ഷേപമുണ്ട്. റൈഡിന്റെ പല ഭാഗവും തുരുമ്പിച്ച നിലയിലാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അർജുൻ രാജു ചേരുന്നുണ്ട്. അർജുൻ, എന്താണ് നിലവിലെ സാഹചര്യം? അവിടെ ഇപ്പോഴും അവിടുത്തെ അമ്യൂസ്മെന്റ് പാർക്ക് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടോ? ഇപ്പോഴും അവിടെയുള്ള ആളുകളുണ്ടോ? അമ്യൂസ്മെന്റ് പാർക്കിന്റെ നിലവിലെ പ്രവർത്തനം നിർത്തിവെച്ചിട്ടുണ്ട്. വലിയൊരു അപകടം ഉണ്ടാകേണ്ടതായിരുന്നു. ഈ 15ഓളം പേരാണ് ഈ പാർക്കിലെ റൈഡിൽ ഒരേ സമയം കയറിയത്. അതിന്റെ വെൽഡിംഗ് പൊട്ടി നിയന്ത്രണം നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. ഈ ആളുകൾ നിലത്തേക്ക് തെറിച്ചു വീണു. 5 പേർക്ക് പരിക്കേറ്റു. ആശ്വാസകരമായിട്ടുള്ള കാര്യം, ആരുടെയും നില അതീവ ഗുരുതരമല്ല എന്നുള്ളതാണ്. നാഗർകോവിൽ സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. മനോരഥി 54 വയസ്സ്, സീമണി 49 വയസ്സ്, മാലിനി 49 വയസ്സ്, ശ്യാം ഡാനി 14 വയസ്സ്, റോസ് 16 വയസ്സ്. ഇങ്ങനെ 5 പേരാണ് ഉണ്ടായിരുന്നത്. 3 സ്ത്രീകളും 2 കുട്ടികളും. ഇവർക്കാണ് അല്പം പരിക്ക്, വലിയ ഗുരുതരമായിട്ടുള്ള പരിക്കല്ല എങ്കിൽ കൂടിയും കാലിനും തലയ്ക്കും പരിക്കേറ്റിട്ടുള്ളത്. ഇതിൽ 2 കുട്ടികളെ SIT ആശുപത്രിയിലേക്ക് മാറ്റി. ബാക്കി 3 സ്ത്രീകളെ അവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട്. വലിയ സുരക്ഷാ മുൻകരുതലുകൾ എടുക്കാതെയാണ് ഈ പാർക്ക് പ്രവർത്തിച്ചിരുന്നത് എന്നുള്ള വിമർശനം ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. ഇതിന്റെ ഈ ഉപകരണങ്ങളൊക്കെ തുരുമ്പ് പിടിച്ച നിലയിലാണ് എന്നുള്ള പരാതികൾ അവിടെയുള്ള നാട്ടുകാർ ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ അപകടം ഉണ്ടായ ഘട്ടത്തിൽ മതിയായ ആംബുലൻസ് സൗകര്യമോ പ്രാഥമിക ചികിത്സ നൽകാനുള്ള സംവിധാനമോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള വിമർശനം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ട്. എന്ന് മാത്രമല്ല, ഒരു ഒമിനി വാനിലാണ് ആദ്യം പരിക്കേറ്റ ചില ആളുകളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് എന്നുള്ള വിമർശനവും നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ട്. മുൻപും ഇതിന് സമാനമായിട്ടുള്ള ചെറിയ അപകടങ്ങൾ ഇതേ പാർക്കിൽ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷവും വേണ്ടത്ര മുൻകരുതലുകൾ ഇവിടെ ഉറപ്പാക്കിയിട്ടില്ല ഈ അധികൃതർ എന്നുള്ള വിമർശനമാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. തമിഴ്നാട് സ്വദേശികളാണ് ഈ സമയത്ത് ഈ റൈഡിൽ പങ്കെടുക്കാൻ വേണ്ടി അവിടെ എത്തിയിരുന്നത്. 15 പേർ ഒരേ സമയം കയറി റൈഡ് അതിന്റെ പ്രവർത്തനം തുടങ്ങി. മെല്ലെ മുകളിലേക്ക് പോയി കറങ്ങുന്ന രീതിയിലുള്ള റൈഡാണ് ഉണ്ടായിരുന്നത്. കുറച്ച് കറങ്ങുന്ന ഘട്ടത്തിൽ തന്നെ നിയന്ത്രണം തെറ്റി അതിന്റെ വെൽഡിംഗ് തെന്നി മാറി, അതായത് അടിത്തട്ടിലെ ഭാഗം തെന്നി മാറി ആണ് അപകടം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അതിൽ 5 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. 3 സ്ത്രീകളും 2 കുട്ടികൾക്കുമാണ് പരിക്കേറ്റത്. തലയ്ക്കും കാലിനും ഈ നിയന്ത്രണം തെറ്റി നിലത്തേക്ക് വീണ ഘട്ടത്തിലുള്ള പരിക്കാണ്. അതീവ ഗുരുതരമായിട്ടുള്ള സാഹചര്യമില്ല എന്നുകൂടി ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുകയാണ്. അപകടത്തിന് തൊട്ട് മുൻപുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ തത്സമയം കാണുന്നത്. അർജുൻ, ഇപ്പോൾ നമ്മൾ അപകടത്തിന്റെ ദൃശ്യങ്ങൾ കണ്ടു. ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. പെട്ടെന്നത് നിലയ്ക്കുന്ന ഒരു സാഹചര്യം, ആളുകൾ അതിൽ നിന്നും തെറിച്ചു വീഴുകയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ സമീപത്തുണ്ടായിരുന്ന ആൾക്കാർക്കടക്കം ഇതിൽ പരിക്കേറ്റിട്ടുണ്ടോ? എന്താണ് അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരം? സോന പറഞ്ഞതുപോലെ തന്നെയാണ്, വലിയ പേടിപ്പെടുത്തുന്ന ദൃശ്യം തന്നെയാണ് അത്. ഈ പ്രവർത്തനം തുടങ്ങി വേഗത്തിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് അപകടം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ സമയത്ത് തന്നെ അതിന്റെ അടിത്തട്ടിലെ ആ ഭാഗം തെന്നി മാറിയാണ് ഉണ്ടായത്. അതായത് തുടങ്ങിയ ഘട്ടത്തിൽ അപകടം സംഭവിച്ചു എന്നുള്ളതാണ് അതിന്റെ വ്യാപ്തി കുറച്ചത്. ഒരു പക്ഷേ കുറെ കൂടി പോയി കഴിഞ്ഞാൽ വലിയ സ്പീഡിലും വലിയ കറക്കമാണ് പിന്നീട് ആ റൈഡിന് ഉണ്ടാകാൻ പോകുന്നത്. അതിനു മുൻപ് അപകടം സംഭവിച്ചു. ഈ ഭാഗം തെന്നി മാറിയത് കൊണ്ടാണ് കൂടുതൽ പേർക്ക് പരിക്ക് പറ്റാത്ത
നിലയിലേക്ക്, ആശ്വാസകരമായ നിലയിലേക്ക് കാര്യങ്ങൾ പോയത്. ആ ഘട്ടത്തിൽ തന്നെ ബാക്കി ആളുകളൊക്കെ, സമീപത്തുള്ള ആളുകളൊക്കെ ഇവരെ നിയന്ത്രിക്കാൻ, ഈ യന്ത്രത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് കാണാം. ആളുകളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് കാണാം. വലിയ വേഗത്തിലല്ലായിരുന്നു അതിന്റെ കറക്കം എന്നുള്ളതാണ് അപകടത്തിന്റെ തീവ്രത കുറച്ചത് എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. ആ സമയത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെയാണ് ആദ്യഘട്ട രക്ഷാപ്രവർത്തനം നടത്തിയത്. കുട്ടികൾ ഉൾപ്പെടെ തെറിച്ചു വീഴുകയാണ് ഉണ്ടായത്. ആ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് പെട്ടെന്ന് പല ഭാഗങ്ങളിൽ തട്ടി തെറിച്ചു വീഴുകയാണ് ഉണ്ടായത്. ചിലരുടെയൊക്കെ ആ സീറ്റ് ഇരുന്ന ഭാഗം നിലത്തേക്ക് എത്തുകയും ചെയ്തു. അങ്ങനെയാണ് അപകടം ഉണ്ടായിട്ടുള്ളത്. അത് അതീവ ഗുരുതരമായിട്ടുള്ള പരിക്കിലേക്ക് പോയിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. ഈ വീണ ആഘാതത്തിൽ തലയ്ക്കും കൈക്കും ഏറ്റ പരിക്കാണ് 5 പേർക്കും ഉള്ളത്. ബാക്കി അപ്പുറത്ത് ഇത് കാണാൻ നിൽക്കുന്ന അല്ലെങ്കിൽ ഇവിടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്കൊന്നും വലിയ രീതിയിലുള്ള പരിക്ക് ഉണ്ടായിട്ടില്ല. അവർ തന്നെയാണ് രക്ഷാപ്രവർത്തനം നടത്തുകയും ആദ്യഘട്ടത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ മുൻകൈ എടുക്കുകയും ചെയ്തത്. ശരി, ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും സനിറ്റയും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സനിറ്റ, തിരുവനന്തപുരത്ത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു അമ്യൂസ്മെന്റ് പാർക്കായിരുന്നു ഇത്. അതിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ റൈഡിൽ അപകടം ഉണ്ടായിരിക്കുന്നത്. 5 പേർക്കാണ് നിലവിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ എത്ര പേരാണ് അവിടെ ചികിത്സയിലുള്ളത്? ഇപ്പോൾ അവരുടെ ഒക്കെ ആരോഗ്യനില ഏത് തരത്തിലാണ്? സോന, തീർച്ചയായിട്ടും തിരുവനന്തപുരത്തെ പ്രമുഖമായ ഒരു അമ്യൂസ്മെന്റ് പാർക്ക് തന്നെയാണ് ഇത്തരത്തിൽ ഹാപ്പി ലാൻഡ്. അവിടെയാണ് ഇത്തരത്തിൽ വലിയൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ റൈഡിൽ, ഈ പറയപ്പെടുന്ന റൈഡിൽ 15ഓളം പേരാണ് ഉണ്ടായിരുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇതിൽ നിലവിൽ 5 പേർക്കാണ് ഇത്തരത്തിൽ ഗുരുതരമായ പരിക്കേറ്റിരിക്കുന്നത്. ഇവരെ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണ് എത്തിച്ചിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും കാണേണ്ടത് ഇവർ ഒരു കുടുംബത്തിലുള്ളവരാണ്. ഇത്തരത്തിൽ മനോഹരി, സീമണി, മാലിനി, ഷാമി, ഡാനിയൽ, റോസ് തുടങ്ങിയവർക്കാണ്, ഇവരാണ് ഒരു കുടുംബത്തിൽ നിന്നുള്ളവർ. ഇവരെയാണ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും നോക്കിക്കാണേണ്ടത് ഇവർക്ക് തലയ്ക്ക് ഗുരുതരമായ പരിക്കുകൾ ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല റോസിന് കാലിന് പൊട്ടലുണ്ട് എന്നും അറിയാൻ കഴിയുന്നുണ്ട്. അതുപോലെ ഇത്തരത്തിൽ അവരെ ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ 4 പേരെയാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചിരുന്നത്. പിന്നീടാണ് ഒരാളെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇതിൽ കുട്ടികളും ഉണ്ട് എന്നുള്ളതാണ് പ്രധാനമായ കാര്യം. ഇവർ വിനോദസഞ്ചാരികളാണ്. തിരുവനന്തപുരത്തേക്ക് എത്തുകയും മറ്റ് സ്ഥലങ്ങൾ സന്ദർശിച്ചതിന് ശേഷം ഹാപ്പി ലാൻഡിലേക്ക് എത്തുകയെന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും വലിയ പ്രതിഷേധങ്ങൾക്കാണ് ഇപ്പോൾ സാഹചര്യം ഉണ്ടാകുന്നത്. കാരണം ഈ കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇത്തരത്തിൽ ഹാപ്പി ലാൻഡിൽ ഇതുപോലെയുള്ള അപകടങ്ങൾ നടന്നിരുന്നു എന്നാണ് ഇപ്പോൾ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അതിൻ്റെ യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും അല്ലെങ്കിൽ മുൻകരുതലുകളും ഇല്ലാതെയാണ് ഇത്തരത്തിൽ ഈ അമ്യൂസ്മെന്റ് പാർക്ക് പ്രവർത്തിച്ചിരുന്നത് എന്നും ഇപ്പോൾ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നുണ്ട്. നമുക്ക് നേരത്തെ വാർത്തകളിൽ കണ്ടതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ ഒരു അപകടം ഉണ്ടായിട്ടും അവിടുത്തെ ചില പ്രവർത്തനങ്ങൾ, ആ സാഹചര്യത്തിലും പ്രവർത്തനങ്ങൾ നടന്നിരുന്നു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള ഈ മാനദണ്ഡങ്ങൾ പാലിക്കാതെ, നമുക്ക് നേരത്തെ വാർത്തകളിൽ കണ്ടതുപോലെ തന്നെ ഈ അമ്യൂസ്മെന്റ് പല പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്ന ഈ റൈഡുകളിലും ഈ തുരുമ്പെടുത്ത സാഹചര്യത്തിൽ ഉണ്ടായിരുന്നു. അമ്യൂസ്മെന്റ് പാർക്കിലെ മെഷീനുകൾ തുരുമ്പെടുത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ളൊരു മെഷീനാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടത് എന്നാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല, നമ്മൾ ഈ അപകടത്തിൽപ്പെട്ട ഈ റൈഡ് മുകളിലേക്ക് എത്തി കറങ്ങി താഴേക്ക് എത്തുന്ന ഒരു റൈഡാണ്. അത്രയും ആഘാതം, ഈ അപകടം ഉണ്ടായപ്പോൾ അത്രയും വലിയ ആഘാതം ഉണ്ടായിരിക്കും എന്ന് കരുതേണ്ടതുണ്ട്. മുകളിൽ നിന്ന് തെറിച്ചു വീണതാണ്. അതുകൊണ്ട് തന്നെ ഈ തലയ്ക്ക് ഗുരുതരമായ പരിക്കുകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഗൗരവപരമായി കാണേണ്ടതുണ്ട്. കാരണം ഇത്തരത്തിൽ മുകളിൽ നിന്നും തെറിച്ചു വീണതാണെങ്കിൽ തലയ്ക്ക് ഗുരുതരമായ പരിക്ക് തന്നെ ആയിരിക്കും. അത് കൂടുതൽ ഇപ്പോൾ മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്നും കൂടുതൽ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. ഉടൻ തന്നെ അവർ പ്രതികരിക്കുമെന്ന് കരുതേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ 5 പേരാണ് ഇവിടെ അഡ്മിറ്റ് ആയിട്ടുള്ളത്. അതിൽ ഈ 5 പേരും ഒരു കുടുംബത്തിൽ നിന്നുള്ളവരാണ്. നാഗർകോവിൽ സ്വദേശികളാണ്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇനി വരികയുള്ളൂ. സോന. ശരി, ഇപ്പോൾ 5 പേർക്കാണ് ഇപ്പോൾ ഗുരുതരമായി പരിക്കേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത്. എന്തായാലും ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപകടത്തിന് തൊട്ട് മുൻപുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അർജുൻ കൂടെ നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. അർജുൻ, ഈ അപകടം സംഭവിക്കാനുണ്ടായ പ്രധാനമായ ഒരു കാരണം എന്താണെന്നുള്ളതിൽ വ്യക്തമാണോ? അതായത് ഇത് കൃത്യമായി മെയിൻ്റെനൻസ് ചെയ്യാത്തൊരു റൈഡായിരുന്നു. പ്രത്യേകിച്ചും നാട്ടുകാരടക്കം വലിയ രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. സുരക്ഷാ വീഴ്ച ഉണ്ടായിരുന്നില്ല, അപകടം ഉണ്ടായപ്പോഴും അവരെ കൊണ്ടുപോകാനായിട്ടടക്കം കാലതാമസം നേരിട്ടു എന്നുള്ളൊരു ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഈ റൈഡൊക്കെ കൃത്യമായി മെയിൻ്റെനൻസ് ചെയ്യാണ്ടായിരുന്നോ ഇത് പ്രവർത്തിപ്പിച്ചിരുന്നത്? അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങളാണ് ലഭിക്കുന്നത്? പ്രാഥമികമായി നമ്മൾ പരിശോധിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. വേണ്ടത്ര
സുരക്ഷാ സൗകര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല. മുൻപും സമാനമായിട്ടുള്ള അപകടങ്ങൾ ഇതേ പാർക്കിൽ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും ആ ഒരു മുൻ അനുഭവം വെച്ചുകൊണ്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നില്ല. അവിടെ ഒരു ആംബുലൻസ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ ഈ അപകടം നടന്ന സമയത്ത് ആംബുലൻസ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നീട് വിളിച്ചു വരുത്തിയാണ് ബാക്കിയുള്ള ആളുകളെയൊക്കെ ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. അതേസമയത്ത് ആദ്യം പരിക്കേറ്റവരെ ഒമിനി വാനിലാണ് ആശുപത്രിയിലേക്ക് മാറ്റിയതെന്ന് പറയുന്നു. ഈ അപകടത്തിന് കാരണമായി അതിന്റെ വെൽഡിംഗ് ഉണ്ടായിട്ടുള്ള തകരാറാണ്, പൊട്ടിയതാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അതിനോടൊപ്പം തന്നെ ദൃശ്യങ്ങളിലൊക്കെ കാണാം തുരുമ്പ് പിടിച്ച യന്ത്രങ്ങളൊക്കെ അതിനകത്തുണ്ട്. അതായത് കൃത്യമായിട്ടുള്ളൊരു മെയിന്റനൻസ് അവിടെ നടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായി വിലയിരുത്തേണ്ടത്. അതിനോടൊപ്പം തന്നെ ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ എങ്ങനെ ആണ് പ്രാഥമികമായിട്ടുള്ള ചികിത്സ, സുരക്ഷാ കാര്യങ്ങൾ എങ്ങനെ എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വീഴ്ച അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. അപകടമുണ്ടായി പിന്നീടും അവിടെ ആ പാർക്ക് പ്രവർത്തിച്ചു എന്നുള്ള വിമർശനം കൂടി നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. കൃത്യമായിട്ടുള്ള സുരക്ഷാ പരിശോധന ഇങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ നടത്തേണ്ടതാണ്. ശരി, തിരുവനന്തപുരം വെമ്പായത്താണ് അമ്യൂസ്മെന്റ് പാർക്കിൽ അപകടം ഉണ്ടായിരിക്കുന്നത്. ഹാപ്പി ലാൻഡ് റൈഡിലാണ് റൈഡ് പൊട്ടി വീണ് 5 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റത്. അർജുൻ രാജം സനി ടിയുമാണ് വിവരങ്ങൾ പങ്കുവച്ചത്.